പഠിക്കുന്ന സമയത്ത് ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് ഈ PSC എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും. അതെനിക്കും തന്നെയാണ്. ബുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉറക്കം വരുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് ആർക്കും പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ഇതേ നമ്മൾ ഫോൺ നോക്കുമ്പോഴോ അതോ ഒരു സിനിമ കാണുമ്പോഴോ നമുക്കങ്ങനെ ഉറക്കം വരാറില്ല. കാരണം അത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട്. പക്ഷെ പഠിക്കുന്നതെന്ന് പറയുമ്പം നമുക്കൊരു മടി, എന്തോ പോലെ നമ്മളിഷ്ടമില്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് ഉറക്കം പല സമയത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം നമ്മുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് നല്ലോണം ഉറക്കം വരുന്ന സമയത്ത് ആരും ആ ഉറക്കത്തിനെ കളയാൻ ശ്രമിക്കരുത്. അതായത് ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കരുത്. ആദ്യം നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക. നല്ലോണം ഉറങ്ങി ഒരു 2-3 മണിക്കൂർ നല്ലോണം ഉറങ്ങി എണ്ണീറ്റിട്ട് പിന്നെ പഠിച്ചാൽ മതി. കാരണം നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് തന്നെ പഠിക്കുമ്പം നമുക്കൊന്നും മനസ്സിലാകത്തുമില്ല, ഉറങ്ങുകയും ചെയ്യത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമ്മൾ മൈൻഡിലോട്ട് അങ്ങ് കയറത്തുമില്ല. അതുകൊണ്ട് നല്ലോണം ഉറങ്ങി എണ്ണീറ്റിട്ട് ഫ്രഷായിട്ടിരുന്ന് പഠിക്കാൻ നോക്കുക. ഉറങ്ങി എണ്ണീറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 മണിക്കൂർ, ഒരു 7 മണിക്കൂർ നമുക്ക് ഉറക്കമെന്ന് പറയുന്ന ഒരു കാര്യം വരത്തില്ല. ഇതാണ് സത്യം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഉറക്കം വരുമ്പം പോയി കിടന്ന് ഉറങ്ങുക. അത് നിങ്ങൾ എത്ര ബിസിയായ ഒരാൾ, അതായത് ഞാൻ വീട്ടിലിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിട്ടായാലും നിങ്ങളുടെ സമയം അനുസരിച്ച് കുറച്ച് നേരമെങ്കിലും മൈൻഡൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ മൈൻഡ് കുറച്ച് ഫ്രഷായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് എടുക്കത്തുള്ളൂ. അല്ലാതെ മൈൻഡും ബോഡിയും തന്നെ ഒത്തിരി ടയേർഡായിരിക്കുമ്പം നമ്മളിങ്ങനെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി പുഷ് ചെയ്യുമ്പം നമുക്ക് ആകെ മടുപ്പാകും. പിന്നെ അത് അങ്ങോട്ട് ഉറക്കം പിന്നെയും വരത്തേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണ്ണീറ്റിരുന്ന് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയണത് ഇതാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുക. അതായത് കുറച്ച് എന്തെങ്കിലും കഴിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് നേരം പാട്ട് കേൾക്കുന്നതായിക്കോട്ടെ. ഒത്തിരി അല്ല കേട്ടോ, ഒരു 2-3 പാട്ട് കേൾക്കുക. അങ്ങനെ ആകെ 1 മണിക്കൂർ 2 മണിക്കൂർ പാട്ട് കേൾക്കാനല്ല ഞാൻ പറഞ്ഞത്. 1-2 പാട്ടുകൾ കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് എന്തെങ്കിലും കടയോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആൺപിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കടയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ആരെങ്കിലും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരിക. അതായത് പോയി അവിടെ ഇരിക്കാനല്ല ഞാൻ പറഞ്ഞത്, പോയി വാടിച്ചിരിക്കാനല്ല പറഞ്ഞത്. കുറച്ച് നേരം പോയി നടന്നിട്ട് വരിക, അത്രയേ ഉള്ളൂ. നടന്നിട്ടൊക്കെ വരുമ്പം നമുക്ക് നമ്മുടെ ക്ഷീണം മാറും. അപ്പം നമുക്ക് അങ്ങോട്ട് ഉറക്കം പോയി കിട്ടും, പിന്നെയും പഠിക്കാനായിട്ട് ഒരു ഉഷാറ് കിട്ടും. അപ്പം രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയണത് ഇതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സബ്ജക്ട്സ് ഒന്ന് മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ്. അതായത് പഠിക്കുന്ന കാര്യങ്ങളൊന്ന് മാറ്റിപ്പിടിക്കുക. നിങ്ങളിപ്പം സയൻസാണ് പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ഉറക്കം വരുന്ന സമയത്ത് നല്ല എളുപ്പമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമൊക്കെ കുറച്ച് മാറിക്കിട്ടും. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സൊക്കെ കുറച്ച് നോക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാതിരിക്കും. അപ്പം സബ്ജക്ട്സ് ഒന്ന് ചേഞ്ച് ആക്കി പിടിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ബുക്ക് അടച്ച് വെച്ചിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലിയിൽ ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പം ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് വീട്ടിലെ എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ നോക്കുക. ഒത്തിരി ഉറക്കം വരുമ്പം ഒത്തിരി നിങ്ങളെ പുഷ് ചെയ്യണ്ട, പഠിക്കാനായിട്ട് പുഷ് ചെയ്യണ്ട. ആ സമയത്ത് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്കുക. അത് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും. പിന്നെ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിലോട്ട് നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അതായത് നമ്മുടെ കാര്യങ്ങളൊന്ന് മാറ്റി പിടിക്കുക. പഠിക്കാണ്ട് വേറെ കാര്യത്തിലോട്ട് ഒന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറക്കം വരുന്ന സമയത്ത് 4 പോയിൻ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ആവും കേട്ടോ. അപ്പം ഇനിയും ഉറക്കം വരുന്നതെന്നും പറഞ്ഞ് പഠിക്കാതിരിക്കേണ്ട. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.